എല്ലാം സ്മാർട്ട് ഫോൺ ഗെയിമേഴ്സിൻ്റെയും ഒരു ഡ്രീമാണ് ലാഗില്ലാതെ അങ്ങനെ കളിക്കണമെന്ന്. എന്നാൽ ഒട്ടുമിക്ക ലോൺ ഡിവൈസുകാർക്കും പ്രത്യേകിച്ച് 4 GB റാം, 6 GB റാം, 60 FPS, 40 FPS, 30 FPS കളിക്കുന്നവർക്ക് ഇതൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. മിക്ക യൂട്യൂബ് ചാനലിലും ഡീറ്റെയിൽ ആയിട്ട് പല പോയിൻറ്റ്സും പറയുന്നില്ല. അത് പറയുകയാണെങ്കിൽ തന്നെ അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരുന്നില്ല. പിന്നെ അവർ പലരും കാണിക്കുന്നത് തന്നെ ഹൈ എൻഡ് ഡിവൈസ് 90 FPS, 120 FPS ഡിവൈസ് സപ്പോർട്ടാണ് ഡിവൈസിലായിരിക്കും ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് കാണിക്കുന്നത്. അത് ഞാനിവിടെ കാണിക്കുന്നത് 30 FPS ഡിവൈസിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയുടെ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം ബോണസ് ടിപ്സ് കൂടിയും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഗെയിം പ്ലേ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്പർ 1, ക്ലിയർ ഓൾ ഡാറ്റ ആൻഡ് അൺഇൻസ്റ്റാൾ അൺവാണ്ടഡ് ആപ്സ്. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ആപ്സുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ആപ്പ് ഇൻ ഓഫ് എടുത്തിട്ട് ക്ലിയർ ഓൾ ഡാറ്റ കൊടുത്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ആക്കുക. ഇത് ചെയ്യുന്നത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ 4 GB റാം, 6 GB റാം സ്റ്റോറേജ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ റാം കുറച്ച് സ്പേസ് നമുക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്തുള്ളത് കിട്ടും. ടിപ്പ് നമ്പർ 2, ഫ്രീ അപ്പ് സ്പേസ് മിനിമം 10 to 50 GB. നമുക്ക് 64 GB ആയിരിക്കും, അല്ലെങ്കിൽ 128 GB ആയിരിക്കും. 10 to 50 GB എങ്ങനെയെങ്കിലും നമ്മൾ ഫ്രീ ആക്കി വെക്കണം. വാട്സപ്പ് വീഡിയോ, ടെലിഗ്രാം വീഡിയോസ്, പിന്നെ മൂവീസ്, ആവശ്യമില്ലാത്ത ഫോട്ടോസ്, ഇതൊക്കെ ടിപ്പ് നമ്പർ 3, റീബൂട്ട് ഓർ റീസ്റ്റാർട്ട് യുവർ സ്മാർട്ട് ഫോൺ. അത് ആഴ്ചയിലോ അത് 3 ദിവസം കൂടുമ്പോഴോ നമ്മുടെ സ്മാർട്ട് ഫോൺ റീബൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ലാഗോ ഫോൺ ഹീറ്റ് കഴിഞ്ഞിട്ട് ഫോണിൻ്റെ ആപ്പ് ബാക്കായി പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോൺ റീബൂട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇങ്ങനെ റീബൂട്ട് ചെയ്യുന്നത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ റാം നമുക്ക് ക്ലീനായിട്ട് കിട്ടും. പഴയതിനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടും. ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ഒക്കെ ഓഫാക്കി നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിങ്സ് കിട്ടും. റീബൂട്ട് ചെയ്തതിന് ശേഷം ഒരു 10 to 50 സെക്കൻഡിൽ വെയിറ്റ് ആക്കണം. ഇതിപ്പോൾ പഴയ ഓൾഡ് ഫോൺ ആയതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത് റീബൂട്ടായി വരാൻ. ആഴ്ചയിൽ നമ്മൾ 3 ദിവസം കൂടുമ്പോഴോ അതോ ഇതുപോലെ എന്തെങ്കിലും ബഗ്ഗോ ഓവർ ഹീറ്റൊക്കെ വരുമ്പോൾ നമ്മൾ റീബൂട്ട് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും കളിക്കുന്നതിന് മുമ്പ്. ടിപ്പ് നമ്പർ 4, ടേൺ ഓഫ് യുവർ പേഴ്സണൽ റെക്കമെൻഡേഷൻ ആൻഡ് ക്ലിയർ ക്യാഷ്. ഇത് നമ്മൾ ഫോൺ റീബൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ ഫോണിൻ്റെ റെക്കമെൻഡേഷൻ ഓഫ് ആക്കി ഇടുക, അതുപോലെ തന്നെ ക്ലിയർ ക്യാച്ച് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക. ഇത് കളിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. ഇതിലൂടെ നമുക്ക് പഴയതിനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടുകയും ലാഗ് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 5, ടേൺ ഓൺ യുവർ ഡെവലപ്പർ ഓപ്ഷൻ. പലർക്കും ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ ഓൺ ആക്കണമെന്ന് അറിയത്തില്ല. അതിനായി നമ്മൾ സെറ്റിങ്സ് പോയി അബൌട്ട് ഫോണിൽ പോവുക, അത് ബിൽഡ് നമ്പർ 4-5 പ്രാവശ്യം ഞെക്കുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓണാവും. അത് സെർച്ച് ബട്ടണിൽ ഡെവലപ്പർ ഓപ്ഷൻ നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ വരും. അത് നമ്മൾ ഓണാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഗർ ബഫർ സൈസ് എന്ന് പറഞ്ഞൊരു സംഭവം, അത് നമ്മൾ 64K ആക്കി വയ്ക്കുക. അതിന് താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ ആനിമേഷൻ ഉണ്ട്, 3 തരം ആനിമേഷൻ ഉണ്ട്. അതിൽ 3 നമ്മൾ ഓഫാക്കി വയ്ക്കുക. വിൻഡോസ് ആനിമേഷൻ ഓഫാക്കുക, ട്രാൻസ്ലേഷൻ ആനിമേഷൻ ഓഫാക്കുക. പിന്നെ 3ാമത്തെ ആനിമേഷൻ ഉണ്ട്, അത് 0.5 ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അത് 0.5 ആക്കുക. ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഇത് ഓഫാക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് ഉണ്ടാവും, അത് സ്റ്റാൻഡേർഡ് മാറ്റുക, അത് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ആക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കുക. ടിപ്പ് നമ്പർ 6, ഓപ്പൺ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്.
ഇത് മൊബൈൽ ഡാറ്റ വെച്ച് യൂസ് ചെയ്ത് കളിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇത് മെയിനായിട്ട് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നവർക്ക് പിന്നെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയാണ്. ഡാറ്റ റോമിങ് എപ്പോഴും ഓൾവേസ് ഓൺ ആക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആക്സസ് പോയിൻ്റ് ഉണ്ടാവും. ആക്സസ് പോയിൻറ്റ്സ് നെയിംസിൽ കയറാം. അതിൽ നമ്മുടെ ഏത് സിമ്മാണ് യൂസ് ചെയ്യണത് അത് എടുക്കുക. അതിൽ APN എടുക്കുക. അതിൽ ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സർവർ www.com google.com അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഒത്തൻറ്റിക്കേഷൻ ടൈപ്പ് പാപ്പർ ചാപ്പാക്കുക. APN പ്രോട്ടോടൈപ്പും അതുപോലെ തന്നെ IPv4 ആക്കുക. IPv4 ആക്കുക. വെരിയറുള്ള LTE ആക്കുക. ലൈറ്റ് ആണ്ട് മോറിൽ നമ്മൾ സേവ് കൊടുത്ത് വയ്ക്കുക. ടിപ്പ് നമ്പർ 7 ഓപ്പൺ BGM ആൻഡ് ക്ലിയർ ദ ഫോളോയിങ് ഐറ്റം. നമ്മൾ റിസോഴ്സ് പാക്ക് ഡിലീറ്റ് ആക്കണതിൻ്റെ അവിടെ പിടിച്ച് നോക്കിയിട്ട് മാനുവൽ ഉണ്ടാവും. മാനുവൽ ഓപ്ഷൻ ക്ലിക്ക് ആക്കുക. അതിനുശേഷം നമ്മൾ മാപ്സ് ഇടുക. ആവശ്യമില്ലാത്ത മാപ്സ് ഉണ്ടാവും. വീക്കെൻഡ്, മിറാമർ, സാനോക്ക്, നിങ്ങൾ കളിക്കുന്ന ആപ്പ് ഇപ്പോൾ ലിവിക്ക് എവിടെ റാങ്കളൊക്കെ എവിടെ അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ആക്കി കളയുക. നമ്മുടെ എത്രത്തോളം സ്പേസ് നമ്മൾ ഫ്രീ ആക്കാൻ പറ്റും അത്രത്തോളം സ്പേസ് നമ്മൾ ഫ്രീ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലാഗ് കുറയ്ക്കാൻ സാധിക്കും. അത് ഡിലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഔട്ട്ഫിറ്റിലോട്ട് വരാം. നിങ്ങളുടെ ഓൺ ഔട്ട്ഫിറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ഔട്ട്ഫിറ്റ് ന്യൂവസ്റ്റ് ആയിക്കോട്ടെ, റീസെൻ്റ് ആയിക്കോട്ടെ, ക്ലാസിക് ആയിക്കോട്ടെ, നൊസ്റ്റാൾജി ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ആക്കി കളയുക. നിങ്ങൾ മാക്സിമം 4 GB താഴെയാക്കുക. നിങ്ങളുടെ ഗെയിം 4 GB മേലെയാണെങ്കിൽ നിങ്ങൾക്ക് ലാഗ് ഫീൽ ആക്കാം. ഇപ്പോൾ 4 GB റാം ആയിക്കോട്ടെ, 6 GB റാമുള്ള ഫോൺ ആയിക്കോട്ടെ, നിങ്ങൾ മാക്സിമം 4 GB സ്റ്റോറേജിന് താഴെയാക്കുക. നിങ്ങളുടെ ആപ്പ് മാക്സിമം ലാഗ് കുറയ്ക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 8 ഗ്രാഫിക് സെറ്റിങ്സ്. നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഗ്രാഫിക്സ് സെറ്റിങ്സ് ഉണ്ടാവും. അതിൽ ഗ്രാഫിക്സ് സ്മൂത്ത് ആക്കുക. ഫ്രെയിം റേറ്റ് നിങ്ങളുടെ മാക്സിമം ആക്കുക. എൻ്റെ ഫ്രെയിം റേറ്റ് മാക്സിമം ഹൈ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രെയിം റേറ്റ് ഏതാണ് മാക്സിമം അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ടിപ്പ് നമ്പർ 9 കൺട്രോൾ സെറ്റിങ്സ്. BGMയിലെ കൺട്രോൾ സെറ്റിങ്സിൽ അഡ്വാൻസ് കൺട്രോൾ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. അതിൽ ഹൈലൈറ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ ഫിനിഷ് റിപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതും ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇത് ഹൈ എൻഡ് ഡിവൈസിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇത് ലോ എൻഡ് ഡിവൈസുകാർ നമ്മൾ ഓണാക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. കാരണം ലാഗ് കൂടാനേ സാധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ബോണസ് ടിപ്സ് നമ്പർ 1 മാക്സിമം ക്ലോസ് റേഞ്ച് ഫൈറ്റ് അവോയ്ഡ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മിഡ് റേഞ്ച് ഫൈറ്റും ലോങ്ങർ റേഞ്ച് ഫൈറ്റ് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ തേർഡ് പാർട്ടി. ബോണസ് ടിപ്സ് നമ്പർ 2 ഗെയിം കളിക്കുന്ന സമയത്ത് ഫോണിൻ്റെ ബാക്ക് കവർ യൂസ് ചെയ്യാതിരുന്ന് കളിക്കുക. കാരണം ഫോണിൻ്റെ ബാക്ക് കവർ നിങ്ങൾ റിമൂവ് ആക്കുമ്പോൾ ഫോൺ ഹീറ്റ് ആവുന്ന സമയത്ത് ഫോണിൻ്റെ ഹീറ്റ് പുറത്തുവിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ ഫോണിൻ്റെ ബാക്കിൽ ഫാൻ വെച്ച് കളിക്കുകയോ AC ഓണാക്കി കളിക്കുകയോ ചെയ്യുക. ടിപ്പ് നമ്പർ 3 വീട്ടിലിരുന്ന് റീൽസ് കാണുന്ന നേരം കൊണ്ട് വല്ല പണിക്ക് പോയി കഴിഞ്ഞാൽ ആ പൈസ വെച്ച് നിങ്ങൾക്ക് പുതിയ ഡിവൈസ് എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യാതെ കളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലത്തുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.
к себе домой. Тихая львица, ты моя царица, сок мой марихуана меня зачаровала. Тихая львица, ты моя царица, нужен алкоголь, но же выпьем за любовь. Yeah. Тихая львица, ты моя царица, сок мой марихуана меня зачаровала. Тихая львица, ты моя. Excellent work. Тихая львица, ты моя царица, сок мой марихуана